കുമ്മനം എന്ന് പറഞ്ഞ കോട്ടയത്തടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ശരിക്കും അദ്ദേഹം ജനിച്ചത്. അതാണ് കുമ്മനം രാജശേഖരൻ എന്ന പേര് വരാൻ കാരണം. സോ അങ്ങനെ കുമ്മനത്ത് ജനിച്ചു. CMS കോളേജിലാണ് പഠിച്ചതൊക്കെ അല്ലേ? അതെ അതെ കോട്ടയത്ത് CMS കോളേജ് CMS കോളേജിൽ പഠിച്ചു. അത് അദ്ദേഹം പഠിച്ചത് BSc ബോട്ടണിയാണ്. അതെ അതെ ബോട്ടണി ബോട്ടണി പഠിച്ചു. ബോട്ടണി പഠിച്ചിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് ഡിപ്ലോമ എടുത്തു ജേർണലിസത്തില്. ബോട്ടണിയിൽ നിന്നും ഡിപ്ലോമയിലേക്ക് പോയി. ഓക്കെ, അത് തമ്മിലൊരു ബന്ധമില്ലാത്തൊരു ടോപ്പിക് ആയിരുന്നു. അല്ല, ബോട്ടണി വിഷയം എനിക്ക് സ്വാഭാവികമായും പ്രകൃതിയുമായും ഇഷ്ടമായിരുന്നു. സസ്യജാലങ്ങളുമായും ഒക്കെ ഉള്ളൊരു ഹൃദയബന്ധം കൊണ്ട് ആ വിഷയം തിരഞ്ഞെടുത്തതാണ്. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ നിന്നും ഭിന്നമായ ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്രപ്രവർത്തനവും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാനും കിട്ടുന്ന ഒരു പ്രവർത്തന മണ്ഡലമാണ് ഓക്കെ പത്രപ്രവർത്തനം. ഓക്കെ, അതിലേക്ക് ഞാൻ അതിലേക്ക് വ്യാപരിച്ചു. പത്രപ്രവർത്തന രംഗത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഡിപ്ലോമ എടുത്ത് പത്രങ്ങളിലേക്ക് കിടന്നു, പത്ര സ്ഥാപനങ്ങളിലേക്ക് കിടന്നു. അതിനുശേഷം ആ സമയത്ത് ദീപിക പോലെയുള്ള പല മാധ്യമങ്ങളിലും ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാണ് ശരിക്കും ഒരു കരിയർ ആരംഭിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നു. അവിടേക്ക് പോകുന്നു. ഏതാനും വർഷങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. അവിടെ നിന്നാണ് ശരിക്കും പതുക്കെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന പലരും ഈ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, രാഷ്ട്രത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലനാകുകയും ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാനതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ നിലയ്ക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ വ്യാപരിച്ചിരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ രംഗമാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് പത്രപ്രവർത്തനം നടത്തിയ എൻ്റെ പരിചയത്തെ എനിക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ രാഷ്ട്രീയത്തിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നത് വാസ്തവത്തിൽ കുമ്മനം ഗോവിന്ദപിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ് ദീപിക ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ, ചീഫ് എഡിറ്റർ. ഓക്കെ. അപ്പോൾ ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ ഫാദർ കൊളംബിയർ ആയിരുന്നു ദീപിക ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് എന്നെ വിളിച്ചു, ഇവിടെ വരണം, നമ്മൾ തമ്മിലൊരു കുടുംബ ബന്ധമുണ്ടെന്ന്. ശരി. അപ്പോൾ പലരും ചോദിച്ചു, ദീപിക പോലൊരു പത്രത്തിലേക്ക് നിങ്ങൾ പോയാൽ എങ്ങനെയാണ്? അപ്പോൾ എനിക്കതൊരു വലിയ ഒരു ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പത്രപ്രവർത്തനത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്, പത്രരംഗവുമായി ചില ബന്ധങ്ങളുണ്ട്. പിന്നെ ദേശബന്ധു ദിനപത്രത്തിൻ്റെ മുഴുവൻ നിയമ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ ദിനപത്രത്തിലും ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവിടെ പോയിരിക്കുമായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പത്രപ്രവർത്തന രംഗമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടായി. അങ്ങനെയാണ് രംഗത്ത് വരുന്നത്. ആദ്യം ദീപിക, പിന്നെ ഏതാണ്ട് 6-7 പത്രങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഓക്കെ. പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു പൊതുജന സേവനമാണ്. അതെ. അത് ഒരു ജോലി എന്നുള്ള നിലയ്ക്കല്ല. നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ മുഴുവൻ അറിയുക, പ്രതികരിക്കുക, അങ്ങനെ അതിലൂടെ കിട്ടുന്ന ഒരു മെയ്വഴക്കമുണ്ട്. അത് നമ്മുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെയാണ് ഞാൻ FCIയിലേക്ക് വരുന്നു. FCIയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അക്കാല അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയെ പ്രത്യേകിച്ച് ഒരു പത്രപ്രവർത്തനം ഒന്നും ചെയ്യാൻ, കാരണം പ്രസ് റിലീസ് കിട്ടും, അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ വരികയാണ്. ഞാൻ FCIയിലെ ബോട്ടണി ആയിരുന്നതുകൊണ്ട് കൂടിയായിരിക്കാം. അപ്പം ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പിന്നീട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ ജന്മഭൂമി ദിനപത്രം വൈകുന്നേരങ്ങളിൽ അവിടെ പോയി ആ പത്രത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. 5 മണി വരെയുള്ളൊരു പത്രാഫീസിൽ ഫുഡ് കോർപ്പറേഷനിൽ 5 മണി വരെ മതി. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം അതെ ഫ്രീ ആണ്. രാത്രി 12 മണി വരെയും പത്രത്തിലും വൈകുന്നേര സമയങ്ങളിലാണ് പ്രവർത്തിക്കാൻ നമുക്ക് നിയുക്തരാകുന്നു. അവിടെ പോയി പ്രവർത്തിക്കുന്നു. അങ്ങനെ BSc എടുത്ത ബോട്ടണി വിഷയമായിരുന്നാലും പത്രപ്രവർത്തനമായിരുന്നാലും അതിനുശേഷം ഫുഡ് കോർപ്പറേഷനിലെ ജോലിയായിരുന്നാലും ഇതെല്ലാം ഒരു ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളാണ്. ഓക്കെ.
എന്തായാലും പത്രപ്രവർത്തകരായിരുന്ന 2 സ്ഥാനാർത്ഥികളാണ് നമുക്കിപ്പോൾ ആറന്മുള മണ്ഡലത്തിലുള്ളത്.